മോർണിംഗ് സ്റ്റാർ മത്സര പരീക്ഷകളുടെ വഴികാട്ടി പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മത്സര പരീക്ഷകളിൽ നമ്മുടെ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ആവർത്തിച്ചു വരാറുണ്ട്. മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. പാർട്ട് 3-ൽ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നീ വിശേഷണങ്ങൾ മൗലികാവകാശങ്ങൾക്ക് ഉണ്ട്. നമ്മുടെ മൗലികാവകാശങ്ങൾ 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പു നൽകുന്നത്. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഈ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ ഈ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം, ആർട്ടിക്കിൾ 23-24 ഈ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഈ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 29-30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 6 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 32-ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം. ഇത് ആദ്യത്തെ ഭരണഘടനയിൽ നിലവിലുണ്ടായിരുന്ന ഒരു മൗലികാവകാശമായിരുന്നു. ഇത് 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. ആർട്ടിക്കിൾ 300A പ്രകാരമാണ് സ്വത്തവകാശം നിയമപരമായ അവകാശമായി ഭരണഘടനയിൽ നിലവിലുള്ളത്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21-ൽ പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഐത്തോച്ചാടനം എന്നതാണ് ആർട്ടിക്കിൾ 17-ൽ പ്രതിപാദിക്കുന്നത്. ഇനി ഓരോ മൗലികാവകാശങ്ങളും വിശദമായി നമുക്ക് പരിശോധിക്കാം. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പു നൽകുന്നു, ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ, ചില കാരണങ്ങളാൽ ഉണ്ടാകുന്ന വിവേചനങ്ങളെ തടയുന്നു. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവസര സമത്വം ഉറപ്പു നൽകുന്നു, ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനമാണ് ഈ വകുപ്പ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽ, ബഹുമതികൾ നിർത്തലാക്കുന്നു. റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിൽ പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 19 ഫണ്ടമെൻ്റൽ ഫ്രീഡംസ്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ ഇന്ത്യൻ പൗരനും 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഈ വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പ്രസംഗത്തിനും അഭിപ്രായത്തിനുമുള്ള സ്വാതന്ത്ര്യം. ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്, സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ടു മൂവ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, സഞ്ചാര സ്വാതന്ത്ര്യം. ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ or to carry on any occupation, trade or business,
മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിറ്ററി ആൻഡ് എക്സസീവ് പണിഷ്മെൻറ്റ്. അതിൽ 3 കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസാക്കാൻ പാടില്ല. നോ ഡബിൾ ജിയോപഡി, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ, ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഇതിൽ തന്നെയാണ് 86 ഭരണഘടനാ ഭേദഗതി 2002 ഉൾക്കൊള്ളിച്ചിട്ടുള്ള മറ്റൊരു കാര്യം. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച ഭേദഗതിയാണ് 86 ഭരണഘടനാ ഭേദഗതി. 2002 ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിറ്ററി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരായ സംരക്ഷണം. വിചാരണ കൂടാതെ പരമാവധി എത്ര കാലം ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ വെക്കാൻ കഴിയും? 3 മാസം വിചാരണ കൂടാതെ പരമാവധി ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ വെക്കാൻ കഴിയും. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമമനുസരിച്ച് അറസ്റ്റിലായ ആദ്യ വ്യക്തി AKG ആണ്. ആർട്ടിക്കിൾ 23-24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 23 പ്രോഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ, മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 പ്രോഹിബിറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 years, ബാലവേല ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിച്ചിരിക്കുന്നു. ബാലവേലയെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ് മാർക്ക്. റഗ് മാർക്ക് മുദ്ര ഇപ്പോൾ ഗുഡ് വീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് കൈലാഷ് സത്യാർത്ഥിയാണ്. ഇദ്ദേഹം 1980 സ്ഥാപിച്ചിട്ടുള്ള സംഘടനയാണ് ബച്വൻ ബച്ചാവോ ആന്തോളൻ. ഇദ്ദേഹം ഗ്ലോബൽ മാർച്ച് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന് പറയുന്ന രാജ്യാന്തര സംഘടനയുടെ നേതൃത്വം വഹിക്കുന്നു. ഇദ്ദേഹത്തിന് 2014 നോബൽ സമ്മാനം ലഭിച്ചു. 2014 മലാല യൂസഫ് സായിക്കൊപ്പമാണ് കൈലാഷ് സത്യാർത്ഥി നോബൽ സമ്മാനം പങ്കുവച്ചത്. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ജൂൺ 12. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകളിൽ പ്രതിപാദിക്കുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 പ്രകാരം മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും മതാചാരങ്ങൾ പാലിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 27 മതപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ആർട്ടിക്കിൾ 28 പ്രകാരം ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 29-ഉം 30-ഉം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 29 പ്രകാരം പ്രൊവൈഡ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 30 പ്രൊവൈഡ്സ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 32-നെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഫണ്ടമെൻ്റൽ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതേപോലെ ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെയാണ്.
സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. പ്രധാനമായും 5 റിട്ടുകളാണുള്ളത്: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യൂററി. ഹേബിയസ് കോർപ്പസ് എന്നാൽ ടു ഹാവ് ദ ബോഡി ഓർ ടു പ്രൊഡ്യൂസ് ദ ബോഡി, ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അനധികൃതമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ്, വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ അനുശാസിക്കുന്ന റിട്ടാണിത്. ക്വോ വാറന്റോ, ബൈ വാട്ട് അതോറിറ്റി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണിത്. പ്രൊഹിബിഷൻ, ടു ഫോർബിഡ്, വിലക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരാതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണിത്. സെർഷ്യൂററി, ടു ബി സർട്ടിഫൈഡ്, ടു ബി ഇൻഫോംഡ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂററി. ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതികൾക്ക് ആർട്ടിക്കിൾ 226 പ്രകാരവും അധികാരം നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.